ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ പറഞ്ഞില്ല സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇതാണ് എൻ്റെ നാട്, തൃശ്ശൂർ പൗണ്ട് ചിമ്മി ഡാമിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നതിന് 3ാം ക്ലാസ് വരെ. ആ കട കണ്ടോ? ആ കടയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പലപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. പച്ചക്കറി ആണെങ്കിലും അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. എൻ്റെ മമ്മിയോട്ട് പൈസ കൊടുക്കാറ്. എൻ്റെ ഡാഡി ഒന്നും അറിയാറ് പോലും ഇല്ല. വീട്ടിൽ അടുപ്പ് പോയെന്ന് പോലും അന്വേഷിക്കാറില്ല. പിന്നെ ഈ വഴിയെന്ന് പറയുന്നത് ആ കടയുടെ താഴത്തോട്ടുള്ള വഴിയാണ്. ഈ വഴിയിലൂടെ ഉള്ളിലോട്ട് കടന്നാലാണ് ഷിജിയുടെ വീട്. അപ്പോൾ ഞങ്ങളൊക്കെ പണ്ട് ഈ വഴി നടന്ന് അങ്ങോട്ടൊക്കെ പോവുമായിരുന്നു. അപ്പോൾ ഈ ഒരു റോഡും ഒരു ഓർമ്മകളാണ്. പിന്നെ കുറേ അയൽവക്കക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ എവിടെ പോയെന്നൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഞാൻ ഓരോ ഗ്യാപ്പും ഓരോ ഏരിയയും എൻ്റെ ഓർമ്മകളുള്ള ഏരിയകളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കാരണം എപ്പോഴും കിട്ടില്ലല്ലോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ. അപ്പോൾ ഈ ഒരു അങ്ങാടിയാണ് എൻ്റെ മെമ്മറീസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് കയറിയ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, അതിനുശേഷം 2 വീട്, അത് കഴിഞ്ഞിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിലേക്കുള്ള റോഡായിരുന്നു. പിന്നീട് പണ്ടാരത്തിയുടെ വീടെന്ന് പറയും, അതാണ് ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഗ്യാപ്പ്. അതിനുശേഷം ഒഴിഞ്ഞു കിടക്കുന്ന പ്ലോട്ടിന് ശേഷം ഒരു ബിൽഡിങ് കണ്ടില്ലേ, അവിടെയായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ടായിരുന്നു, ബ്രദേഴ്സിൻ്റെ ഹോട്ടൽ. ഈ ഹോട്ടലിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ജാതിക്കത്തോട്ടമൊക്കെ ആയിരുന്നു. വെള്ളമൊക്കെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് വെള്ളം എടുത്തിരുന്നത് ഈ കിടക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തായിരുന്നു എൻ്റെ വീട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പൗണ്ട് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പുൽക്കണ്ണി എന്ന് പറയും, അവിടെ ഒരു ഏരിയയിലാണ്. ഇതും ഇവിടെ ഏകദേശം മുഴുവനും എൻ്റെ ഡാഡിയുടെ ജ്യേഷ്ഠന്മാരുടെ വീട്. ആ കാണുന്ന ഒരു ഡാഡിയുടെ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ വീടാണ്. മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയാൻ പറ്റില്ല, 16 മക്കളാണ്. അപ്പോൾ അതിലൊരാളുടെ വീടാണ്. പിന്നെ ഈ കാണുന്നതിൽ പലതും അവരുടെ വീടാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പുതിയ പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡാഡിയുടെ ജ്യേഷ്ഠന്മാരുടെ മക്കളൊക്കെ വീട് വെച്ച് കാണും. ഇതിൻ്റെ പുറകിലൊരു റബ്ബർ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ പറമ്പൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ കസിൻ അവിടെ കണ്ടായിരുന്നു. കസിൻ അവിടെ ഫോണും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ കരിയത്താത്താൻ്റെ വീട്, പിന്നെ സെലിയത്താത്താൻ്റെ വീടൊക്കെ ആയിരുന്നു. കരിയത്താത്ത സെലിയത്താത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡിയുടെ ജ്യേഷ്ഠന്മാരാട്ടോ. ജ്യേഷ്ഠന്മാരെ അവിടെ അത്താത്ത എന്ന് വിളിക്കുക. എനിക്ക് കയറി ചെല്ലണം, അത്താത്ത എന്നൊക്കെ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യാം, അവരായിട്ടൊന്നും കണക്ഷനില്ല. അവരെങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും കണ്ടില്ല, സംസാരിച്ചില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ ഇത് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിമ്മി ഡാമാണ്. ഈ റൂട്ട് അങ്ങ് നേരെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ചിമ്മി ഡാം ക്ലോസ്ഡ് ആണ്. കാരണം കാട്ടുതീ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുളവും ഒക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിൽ. എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മയിൽ എങ്ങാണ്ടോ ഉണ്ടായിരുന്നു. പള്ളി ഇവിടെ ഉണ്ട്. ഇതൊരു വളവാണ്. ഈ വളവ് കഴിഞ്ഞിട്ട് ഒരു ഇടയിലായിട്ട് ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു കുളമുണ്ട്. അവിടെ വേറൊരു അത്താത്തയുടെ, അതായത് ഡാഡിയുടെ ജ്യേഷ്ഠൻ്റെ ഒരു വീടുണ്ട്. അതിൻ്റെ പുറകിലൂടെ ഞാൻ പറഞ്ഞില്ലേ ഒരു റബ്ബറും തോട്ടം ഉണ്ടെന്ന്, അങ്ങോട്ട് കടക്കാൻ പറ്റും. അവിടെ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൊരു തറവാടും ഉണ്ടായിരുന്നു. സോ ഇതാണ് ആക്ച്വലി ഞാൻ ജീവിക്കേണ്ടിയിരുന്ന കൊച്ചു ലോകം. ഒരു പെണ്ണൊരുത്തി വന്ന് എല്ലാം തട്ടിക്കളഞ്ഞു കൊണ്ടുപോയി. സാരമില്ല, ലൈഫാണ്, മുന്നോട്ട് പോയേ പറ്റൂ. ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.